ഹലോ സ്റ്റുഡൻസ്, ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഡീസൽ സൈക്കിളിൻ്റെ വർക്കിംഗ് എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ കാർനോട്ട് സൈക്കിളും ഓട്ടോ സൈക്കിളും ഇതിൻ്റെ രണ്ടിൻ്റെ വർക്കിംഗ് അറിയാവുന്നുള്ളവർക്ക് അല്ലെങ്കിൽ അതിൻ്റെ വർക്കിംഗ് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയാവുന്നുള്ളവർക്ക് സത്യം പറഞ്ഞാൽ ഈ ഡീസൽ സൈക്കിളിൻ്റെ വർക്കിംഗ് ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരേണ്ട ആവശ്യം തന്നെയില്ല. ഈ PV and TS ഡയഗ്രാം കാണുമ്പോൾ തന്നെ അവർക്ക് വർക്കിംഗ് ഏകദേശം മനസ്സിലാവും. അവർക്ക് അതിൻ്റെ ആൻസർ, എക്സാമിൻ്റെ ആൻസർ എഴുതാനും സാധിക്കും. സത്യം പറഞ്ഞാൽ സെയിം സെൻറ്റൻസ് ഈ കാർനോട്ട് സൈക്കിളിനും ഓട്ടോ സൈക്കിളിനൊക്കെ ഉപയോഗിച്ച സെയിം സെൻറ്റൻസ് ഉപയോഗിച്ചൊക്കെ തന്നെ നമുക്ക് ഡീസൽ സൈക്കിളിൻ്റെ വർക്കിംഗ് എക്സ്പ്ലെയിൻ ചെയ്യാം. ഞാൻ പറഞ്ഞ പോലെ PV and TS ഡയഗ്രാം മാത്രം മതി, അത് മാത്രം വെച്ച് നമുക്ക് വർക്കിംഗ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. അത്രത്തോളം സിമ്പിൾ ആണെന്ന് പറയാം. കാർനോട്ട് സൈക്കിളും ഓട്ടോ സൈക്കിളും പഠിച്ചവർക്ക് ഇത് വളരെ സിമ്പിൾ തന്നെയായിരിക്കും. ഇതിൽ പുതിയതായിട്ട് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സത്യം പറഞ്ഞാൽ ഈ PV ഡയഗ്രാം മാത്രമേ ഉള്ളൂ. ഈ TS ഡയഗ്രാമും ഓട്ടോ സൈക്കിളിൻ്റെ സെയിം ടെമ്പറേച്ചർ എൻട്രോപ്പി ഡയഗ്രാം തന്നെയാണിത്. അത് തന്നെയാണ് ഡീസൽ സൈക്കിളിന് ഉപയോഗിക്കുന്നത്. ചേഞ്ച് വരുന്നത് ഈ PV ഡയഗ്രാമിൽ മാത്രമാണ്. അതും ആകെ ഒരേ ഒരു പ്രോസസ്സിൽ മാത്രമേ ചേഞ്ച് വരുന്നുള്ളൂ. ഈ 2-3 എന്ന് പറയുന്ന പ്രോസസ്സ്, അത് ഹീറ്റ് സപ്ലൈ ചെയ്യുന്ന പ്രോസസ്സാണ്. അത് കോൺസ്റ്റൻറ്റ് പ്രഷർ പ്രോസസ്സാണ്. നമ്മുടെ ഓട്ടോ സൈക്കിളിലായിരുന്നെങ്കിൽ ഈ 2-3 എന്ന് പറയുന്നതും കൂടെ കോൺസ്റ്റൻറ്റ് വോളിയം പ്രോസസ്സ് ആകുമായിരുന്നു. പക്ഷേ ഡീസൽ സൈക്കിളിൽ ആ ഒരു പ്രോസസ്സിന് മാത്രമേ ചേഞ്ച് ഉള്ളൂ. ഇതൊരു കോൺസ്റ്റൻറ്റ് പ്രഷർ പ്രോസസ്സാണ്. അതുകൊണ്ടാണ് ഹൊറിസോണ്ടൽ ലൈനിൽ വരച്ചിരിക്കുന്നത്. ഈ ലൈനൊക്കെ കുറച്ച് ആംഗിളിലാണ് കൊടുത്തിരിക്കുന്നത്. അത് ഞാൻ ഫോട്ടോ എടുത്തതിൻ്റെ മിസ്റ്റേക്കാണ്. ഇത് കറക്റ്റ് സ്ട്രേറ്റ് ആയിട്ട് വരച്ചോണം. ടെക്സ്റ്റ് ബുക്കിലുണ്ട്, ഫിഗർ കറക്റ്റ് ടെക്സ്റ്റ് ബുക്കിൽ തന്നെയുണ്ട്. അപ്പോൾ ഇത് കോൺസ്റ്റൻറ്റ് പ്രഷർ ലൈനാണ് ഈ കൊടുത്തിരിക്കുന്നത് 2-3 എന്ന് പറയുന്ന ആ പ്രോസസ്സ്. അപ്പോൾ അതായത് സ്റ്റേറ്റ് 2-ലും സ്റ്റേറ്റ് 3-ലും സെയിം പ്രഷർ തന്നെയാണ്. അതുകൊണ്ടാണ് ഹൊറിസോണ്ടൽ ലൈനിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രോസസ്സിൽ മാത്രമേ ഡിഫറൻസ് വരുന്നുള്ളൂ ഡീസൽ സൈക്കിളിലാണെങ്കിൽ. അതുകൊണ്ട് തന്നെ ഹീറ്റ് സപ്ലൈഡിൻ്റെ ഇക്വേഷനിലും ചെറിയൊരു മാറ്റം വരും. അല്ലാതെ ബാക്കി കാര്യങ്ങളെല്ലാം ഓൾമോസ്റ്റ് സെയിം തന്നെയാണ് ഓട്ടോ സൈക്കിളുമായിട്ട് കമ്പയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഡീസൽ സൈക്കിളിൻ്റെ വർക്കിംഗ് ആദ്യം എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ PV ഡയഗ്രാമിൽ കാണും പോലെ തന്നെ ഡീസൽ സൈക്കിളിൽ 4 പ്രോസസ്സാണുള്ളത്. 2 അഡയബാറ്റിക് പ്രോസസ്സും, ഈ കാണുന്ന ഇത് 1, ഇത് 2. ഈ 2 അഡയബാറ്റിക് പ്രോസസ്സും പിന്നെ ഒരു കോൺസ്റ്റൻറ്റ് വോളിയം പ്രോസസ്സും പിന്നെ ഒരു കോൺസ്റ്റൻറ്റ് പ്രഷർ പ്രോസസ്സും. ഇങ്ങനെ 4 പ്രോസസ്സാണ് ഡീസൽ സൈക്കിളിലുള്ളത്. ഇതിൻ്റെ നമ്പറിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. സ്റ്റാർട്ട് ചെയ്യുന്ന ഇവിടെ നിന്നാണ്. ഓട്ടോ സൈക്കിൾ പോലെ തന്നെ താഴെ റൈറ്റ് സൈഡിൽ നിന്നാണ്, ബോട്ടം റൈറ്റ് സൈഡിൽ നിന്നാണ് നമ്പറിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ നിന്നാണ് 1, 2, 3, 4 എന്ന് പറഞ്ഞ് നമ്പറിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. PV ഡയഗ്രാം അതുപോലെ തന്നെ. ഇത് ഓട്ടോ സൈക്കിളുള്ള സെയിം PV ഡയഗ്രാം തന്നെയാണിത്. നമ്പറിങ്ങും സെയിം തന്നെയാണ്. ബോട്ടം ലെഫ്റ്റിൽ നിന്നായിരിക്കും ഇവിടെ നമ്പറിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് രണ്ടും തെറ്റിപ്പോകാതിരിക്കുകയാണ്. ഇത് രണ്ടും വെച്ചിട്ടാണ് നമ്മൾ വർക്കിംഗ് എഴുതുന്നത്, എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് എഴുതുന്നത്. ഈ 2 PV ഡയഗ്രാം TS ഡയഗ്രാമും ബേസ് ചെയ്താണ്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് വരച്ച് പഠിക്കുക. നമ്പറിംഗ് ഒന്നും തെറ്റിപ്പോകരുത്. പ്രോസസ്സ് ഏതാണെന്ന് എഴുതുന്നതും തെറ്റിപ്പോകരുത്. അപ്പോൾ ഇവിടെ നമ്മുടെ ഈ ഡീസൽ സൈക്കിളിൽ എക്സ്പാൻഷൻ പ്രോസസ്സും കംപ്രഷൻ പ്രോസസ്സും ഇത് രണ്ടും അഡയബാറ്റിക്കലിയാണ് നടക്കുന്നത്. ഇതാണ് അഡയബാറ്റിക് കംപ്രഷൻ പ്രോസസ്സ്. ഈ 1-2 എന്ന് പറയുന്ന അഡയബാറ്റിക് കംപ്രഷൻ പ്രോസസ്സ്. പിന്നെ ഉള്ളത് 3-4 എന്നുള്ളത് അഡയബാറ്റിക് എക്സ്പാൻഷൻ പ്രോസസ്സ്. അപ്പോൾ ഈ കംപ്രഷനും എക്സ്പാൻഷനും നടക്കുന്നത് അഡയബാറ്റിക് പ്രോസസ്സിൽ തന്നെയാണ്. അതായത് ഓട്ടോ സൈക്കിളിൻ്റെ സെയിം, ഓട്ടോ സൈക്കിളിലും അഡയബാറ്റിക് പ്രോസസ്സിലായിരുന്നു എക്സ്പാൻഷനും കംപ്രഷനും നടന്നത്. ഡീസൽ സൈക്കിളിലും അതുപോലെ തന്നെയാണ്. പക്ഷേ ഇവിടെ ഹീറ്റ് സപ്ലൈ ചെയ്യുന്നത് കോൺസ്റ്റൻറ്റ് പ്രഷർ പ്രോസസ്സിലാണ് ഹീറ്റ് സപ്ലൈ നടക്കുന്നത്. അതായത് പ്രോസസ്സ് 2-3. ഹീറ്റ് റിജക്ഷൻ നടക്കുന്നത് കോൺസ്റ്റൻറ്റ് വോളിയത്തിൽ തന്നെയാണ്. ഡീസൽ സൈക്കിൾ ഓട്ടോ സൈക്കിൾ പോലെ കോൺസ്റ്റൻറ്റ് വോളിയത്തിൽ തന്നെയാണ് ഈ ഹീറ്റ് റിജക്ഷൻ നടക്കുന്നത്, 4-1 എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് നമുക്കൊന്ന് നോക്കാം. ഇതിലും മറ്റേ പോലെ തന്നെ സിലിണ്ടറിൻ്റെ അകത്ത് പിസ്റ്റൺ കാണും. സിലിണ്ടർ പിസ്റ്റൺ അറേഞ്ച്മെൻറ്റിൻ്റെ അകത്ത് കുറച്ച് എയർ കൊടുത്തിരിക്കും. കിലോഗ്രാം ഓഫ് എയർ ആയിരിക്കും ഇതിൻ്റെ അകത്ത് എടുത്തിരിക്കുന്നത്. ഇവിടെയും മറ്റേപോലെ ഈ ഹോട്ട് ബോഡി കൊണ്ടുവച്ചിരിക്കുന്നതും കോൾഡ് ബോഡി കൊണ്ടുവച്ചിരിക്കുന്നതും ഒക്കെ ചെയ്യുന്ന അതേ പ്രൊസീജിയർ തന്നെയാണ് ഡീസൽ സൈക്കിളിലും ഉള്ളത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വർക്കിംഗ് നമുക്ക് ഇവിടെ മുതൽ സ്റ്റാർട്ട് ചെയ്യാം. ഈ സ്റ്റേറ്റ് 1-ൽ നിന്ന് സ്റ്റേറ്റ് 2-ലേക്ക് എയറിനെ കംപ്രസ് ചെയ്യുന്നു. ആ കംപ്രസ് ചെയ്യുന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ അഡയബാറ്റിക് കംപ്രഷൻ പ്രോസസ്സാണ്. സ്റ്റേറ്റ് 2-ലെത്തുമ്പോഴേക്കും ഒരു ഹോട്ട് ബോഡി കൊണ്ടുവന്ന് സിലിണ്ടറിൻ്റെ സൈഡിൽ വെച്ച് കൊടുക്കുന്നു. അപ്പോൾ ആ ഹോട്ട് ബോഡിയിൽ നിന്ന് ഹീറ്റ് നനച്ച് എയറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പോൾ എയറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ഈ ഡീസൽ സൈക്കിളിലാണെങ്കിൽ പിസ്റ്റൺ മൂവ് ആവും. ഓട്ടോ സൈക്കിളാണെങ്കിൽ പിസ്റ്റൺ ഇവിടെ തന്നെ നിൽക്കുമെന്ന് പറഞ്ഞു. ഡീസൽ സൈക്കിളിൽ പിസ്റ്റൺ റൈറ്റ് സൈഡിലോട്ട് മൂവ് ചെയ്യും. അതുകൊണ്ടാണ് ഈ ഒരു പ്രോസസ്സ് ഇങ്ങനെ 2-3 ഇങ്ങനെ കാണിച്ചിരിക്കുന്നത്. ഈ വോളിയം ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. പിസ്റ്റൺ റൈറ്റ് സൈഡിലോട്ട് മൂവ് ചെയ്യുന്നതനുസരിച്ച് വോളിയം ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ആക്ച്വലി കോൺസ്റ്റൻറ്റ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത്. കോൺസ്റ്റൻറ്റ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളത് കൊണ്ടാണ് വോളിയം ഇൻക്രീസ് ആവുന്നത്. അപ്പോൾ വോളിയം കൂടുന്നുണ്ട്. അതിന് കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട്, പ്രഷർ ഇൻക്രീസ് ആവുന്ന പ്രഷറിന് കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് വോളിയം ഇൻക്രീസ് ആവുന്നുണ്ട്. അപ്പം ഈ ഹോട്ട് ബോഡി കൊണ്ട് സിലിണ്ടറിൻ്റെ അടുത്ത് കൊണ്ടുവച്ചെടുക്കുമ്പോഴേക്കും അതിൽ നിന്ന് ഹീറ്റ് നനച്ച് എയറിലേക്ക് ട്രാൻസ്ഫർ ആവുകയും എയർ എക്സ്പാൻഡ് ചെയ്യുകയും ചെയ്യുന്നു. ആ എയർ എക്സ്പാൻഡ് ചെയ്യുന്നതനുസരിച്ച് ഈ പിസ്റ്റൺ റൈറ്റിലോട്ട് മൂവ് ചെയ്യുകയും ചെയ്യുന്നു. പിസ്റ്റൺ എക്സ്പാൻഡ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ എക്സ്പാൻഡ് ചെയ്യുന്നത്, അപ്പോൾ ഇത് ആക്ച്വലി ഈ പ്രോസസ്സ് 2-3 എന്ന് പറഞ്ഞാൽ അതൊരു എക്സ്പാൻഷൻ പ്രോസസ്സ് തന്നെയാണ്. പക്ഷേ അത് കോൺസ്റ്റൻറ്റ് പ്രഷർ ആയതുകൊണ്ട് നമ്മൾ അതിനെ കോൺസ്റ്റൻറ്റ് പ്രഷർ പ്രോസസ്സ് എന്ന് പറയുന്നു. ലോജിക്കലി അവിടെ എക്സ്പാൻഷൻ തന്നെയാണ് നടക്കുന്നത്. അപ്പോൾ പിസ്റ്റൺ സ്റ്റേറ്റ് 2-ൽ നിന്ന് സ്റ്റേറ്റ് 3-ലേക്ക് മൂവ് ചെയ്യുകയാണ്. അപ്പം എക്സ്പാൻഷൻ പ്രോസസ്സ് തന്നെയാണ്.
പക്ഷേ അതൊരു കോൺസ്റ്റൻറ്റ് പ്രഷർ പ്രോസസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പം സ്റ്റേറ്റ് 2 വെച്ചിട്ടാണ് ഹോട്ട് ബോഡി കൊണ്ട് വെച്ച് കൊടുക്കുന്നതും ഹീറ്റ് എനർജി സിലിണ്ടറിൻ്റെ ഉള്ളിലുള്ള എയറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതും എയർ എക്സ്പാൻഡ് ചെയ്യുകയും പിസ്റ്റൺ സ്റ്റേറ്റ് 2 നിന്ന് സ്റ്റേറ്റ് 3 മൂവ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇതൊരു കോൺസ്റ്റൻറ്റ് പ്രഷർ പ്രോസസ്സാണ്. സ്റ്റേറ്റ് 3 എത്തുമ്പോഴേക്കും ആ ഹോട്ട് ബോഡി നമ്മൾ റിമൂവ് ചെയ്യുന്നു. റിമൂവ് ചെയ്ത് കഴിഞ്ഞ് പിന്നെയും പിസ്റ്റൺ റൈറ്റ് സൈഡിലോട്ട് തന്നെ മൂവ് ചെയ്യുന്നു. അത് എക്സ്പാൻഡ് ചെയ്യുന്നു. ആ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് അഡയബാറ്റിക് എക്സ്പാൻഷനാണ്. കാരണം അവിടെ ഹീറ്റ് ട്രാൻസ്ഫർ ഒന്നും നടക്കുന്നില്ല, ഹോട്ട് ബോഡി റിമൂവ് ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് ഹീറ്റ് ട്രാൻസ്ഫർ ഒന്നും നടക്കുന്നില്ല. സ്റ്റേറ്റ് 3 നിന്ന് സ്റ്റേറ്റ് 4 എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ അതൊരു അഡയബാറ്റിക് എക്സ്പാൻഷൻ പ്രോസസ്സാണ്. സ്റ്റേറ്റ് 4 എത്തുമ്പോഴേക്കും പിസ്റ്റൺ സ്റ്റേറ്റ് 4 എത്തുമ്പോഴേക്കും ഒരു കോൾഡ് ബോഡി കൊണ്ട് സിലിണ്ടറിൻ്റെ അടുത്ത് കൊണ്ട് വെച്ച് കൊടുക്കുന്നു. അപ്പം എയറിലുള്ള ഹീറ്റ് എനർജി ഈ കോൾഡ് ബോഡിയിലേക്ക് റിജക്റ്റ് ചെയ്യുന്നു. ആ റിജക്റ്റ് ചെയ്യുന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ അതൊരു കോൺസ്റ്റൻറ്റ് വോളിയം പ്രോസസ്സ് തന്നെയാണ്. അതായത് പിസ്റ്റൺ അവിടെ തന്നെ ആയിരിക്കും. അതായത് പിസ്റ്റൺ ഈ പൊസിഷനിലായിരിക്കും. സ്റ്റേറ്റ് 4 എന്ന് പറഞ്ഞാൽ ഈ പൊസിഷനിലായിരിക്കും പിസ്റ്റൺ. ആ പൊസിഷനിൽ തന്നെയായിരിക്കും ഹീറ്റ് റിജക്ഷൻ നടക്കുന്നത്. പിസ്റ്റൺ മൂവ് ചെയ്യത്തില്ല. അതുകൊണ്ട് അതിൻ്റെ കോൺസ്റ്റൻറ്റ് വോളിയം പ്രോസസ്സ് എന്ന് പറയും പ്രോസസ്സ് 4-1. 4 എത്തുമ്പോഴായിരിക്കും കോൾഡ് ബോഡി കൊണ്ട് വെച്ച് കൊടുക്കുന്നതും ഹീറ്റ് റിജക്റ്റ് ആവുന്നതും. എയറിൽ നിന്ന് കോൾഡ് ബോഡിയിലേക്ക് ഹീറ്റ് റിജക്റ്റ് ആവും. സ്റ്റേറ്റ് 1 എത്തുമ്പോഴേക്കും ഈ കോൾഡ് ബോഡി നമ്മളങ്ങ് റിമൂവ് ചെയ്യുന്നു. അത് കഴിയുമ്പോൾ കോൾഡ് ബോഡി റിമൂവ് ചെയ്ത് കഴിഞ്ഞ ശേഷമായിരിക്കും പിസ്റ്റൺ കംപ്രസ് ആവുന്നത്. അതായത് പിസ്റ്റൺ ഈ എൻഡിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലോട്ട് മൂവ് ചെയ്യുന്നത്. ഇപ്പോൾ പിസ്റ്റൺ ഇപ്പുറത്തോട്ട് മൂവ് ചെയ്ത് തുടങ്ങും. അത് കംപ്രഷൻ, അപ്പോഴായിരിക്കും കംപ്രഷൻ നടക്കുന്നത്, ആക്ച്വൽ കംപ്രഷൻ നടക്കുന്നത്. അത് അഡയബാറ്റിക് കംപ്രഷൻ എന്ന് പറയും. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. ഇങ്ങനെ സൈക്കിൾ പോലെ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെ 4-1 എത്തിയപ്പോഴേക്കും 1 എന്നുള്ളത് ഇനിഷ്യൽ സ്റ്റേറ്റിൽ എത്തിക്കഴിഞ്ഞു. അപ്പോൾ എവിടെ നിന്നാണോ തുടങ്ങിയത് അവിടെ എത്തിക്കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഡീസൽ സൈക്കിളിൻ്റെ വർക്കിംഗ് എങ്ങനെയെന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് 1 നിന്ന് സ്റ്റേറ്റ് 2 അത് എയർ കംപ്രസ് ആവുന്നു. അത് അഡയബാറ്റിക് കംപ്രഷൻ പ്രോസസ്സ് എന്ന് പറയുന്നു. സ്റ്റേറ്റ് 2 വെച്ച് ഒരു ഹോട്ട് ബോഡി സിലിണ്ടറിൻ്റെ അടുത്തുകൊണ്ട് വെച്ച് കൊടുക്കുന്നു. അപ്പോൾ ആ ഹോട്ട് ബോഡിയിൽ നിന്ന് ഹീറ്റ് എനർജി സിലിണ്ടറിൻ്റെ അകത്തുള്ള എയറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. എയർ എക്സ്പാൻഡ് ചെയ്യുന്നു. എക്സ്പാൻഡ് ചെയ്യുന്നത് കാരണം പിസ്റ്റനെ പുഷ് ചെയ്ത് സ്റ്റേറ്റ് 2 നിന്ന് സ്റ്റേറ്റ് 3 എത്തിക്കുന്നു. സ്റ്റേറ്റ് 3 എത്തുമ്പോഴേക്കും ഹോട്ട് ബോഡി റിമൂവ് ചെയ്യുന്നു. പിസ്റ്റൺ പിന്നെയും എക്സ്പാൻഡ് ചെയ്യും. എക്സ്പാൻഡ് ചെയ്യുന്നത് അഡയബാറ്റിക് എക്സ്പാൻഷൻ ആയിരിക്കും. സ്റ്റേറ്റ് 4 വരെ അത് അഡയബാറ്റിക് എക്സ്പാൻഷൻ ആയിരിക്കും. സ്റ്റേറ്റ് 4 എത്തുമ്പോഴേക്കും ഒരു കോൾഡ് ബോഡി കൊണ്ട് വെച്ച് കൊടുക്കും. അപ്പോൾ ഹീറ്റ് എനർജി, എയറിൽ നിന്ന് ഹീറ്റ് എനർജി ഈ കോൾഡ് ബോഡിയിലേക്ക് റിജക്റ്റ് ചെയ്യും. അതൊരു കോൺസ്റ്റൻറ്റ് വോളിയം പ്രോസസ് ആയിരിക്കും. പിസ്റ്റൺ മൂവ് ചെയ്യത്തില്ല. കോൺസ്റ്റൻറ്റ് വോളിയം പ്രോസസ് ആയിരിക്കും. ആ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ 4-1 എന്ന് പറയും. ആ 1 എത്തിക്കഴിയുമ്പോഴേക്കും കോൾഡ് ബോഡി അങ്ങ് റിമൂവ് ചെയ്യുകയും ബാക്കി പിസ്റ്റൺ അത് കംപ്രസ് ആവുന്നത് അഡയബാറ്റിക് കംപ്രഷനിലായിരിക്കും. അപ്പോൾ ഈ ഒരു 4 പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇതാണ് ഡീസൽ സൈക്കിളിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. ഈ PV ഡയഗ്രാം കണ്ട് തന്നെ നമുക്ക് വർക്കിംഗ് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നമ്മുടെ ഹീറ്റ് റിജക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഓട്ടോ സൈക്കിളിൻ്റെ സെയിം ഇക്വേഷൻ തന്നെയാണ്. MCV × T4 - T1. T4-1 ആണ് അതിൻ്റെ പ്രോസസ്സിൻ്റെ എന്ന് പറയുന്നത്. പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ 4-1 ആണ്. അപ്പോൾ അതിൻ്റെ ഹീറ്റ് സപ്ലൈഡിൻ്റെ പ്രോസസ്സ് നമ്മൾ ഹീറ്റ് സപ്ലൈഡ് തന്നെയാണ് ഹീറ്റ് റിജക്റ്റഡ് എൻ്റെ ആ ഫോമുല എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ റീറേറ്റ് ചെയ്യുമ്പോൾ MCV × T4 - T1 എന്ന് എഴുതും. അപ്പോൾ അതാണ് ഹീറ്റ് റിജക്റ്റഡിൻ്റെ ഫോമുല. ഇവിടെ ഇതെന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് പ്രഷർ പ്രോസസ്സാണ്. നമ്മൾ കോൺസ്റ്റൻറ്റ് പ്രഷർ പ്രോസസ്സ് തിയറി പഠിച്ചപ്പോൾ അതിൻ്റെ ഹീറ്റ് സപ്ലൈഡിൻ്റെ ഇക്വേഷനായിട്ട് MCP × T2 - T1 എന്നാണ് പഠിച്ചത്. MCP × T2 - T1 എന്നാണ് പഠിച്ചത്. ഇവിടെ കോൺസ്റ്റൻറ്റ് പ്രഷർ പ്രോസസ്സ് എന്ന് പറഞ്ഞ പ്രോസസ്സ് 2-3 ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിനെ റീറേറ്റ് ചെയ്ത് MCP × T3 - T2 എന്ന് എഴുതുന്നു. ഇവിടെ വ്യത്യാസമൊന്നുമില്ല. T3 ആണ് ഹയർ വാല്യൂ. കാരണം ടെമ്പറേച്ചർ ഹയർ വാല്യൂ എന്ന് പറഞ്ഞാൽ T3 ആണ്. അതിനേക്കാളും ചെറുതാണ് T2 എന്ന് പറയുന്നത്. അപ്പോൾ ഹയർ വാല്യൂ ആദ്യം എഴുതി എന്നേ ഉള്ളൂ. അപ്പോൾ MCP × T3 - T2 ആണ് ഹീറ്റ് സപ്ലൈഡിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ. അത് കോൺസ്റ്റൻറ്റ് പ്രഷർ പ്രോസസ്സാണ്. ഈ വരുന്ന കോൺസ്റ്റൻറ്റ് പ്രഷർ പ്രോസസ്സാണ്. അപ്പോൾ അതാണ് ഡീസൽ സൈക്കിളിൻ്റെ ആ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഡീസൽ സൈക്കിളിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡീസൽ സൈക്കിളിൻ്റെ ഡീസൽ സൈക്കിളാണ് നമ്മുടെ ഡീസൽ എഞ്ചിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിളായിട്ട് യൂസ് ചെയ്യുന്നത്. ഡീസൽ എഞ്ചിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിളായിട്ട് യൂസ് ചെയ്യുന്ന സൈക്കിൾ എന്ന് പറയുന്നത് ഡീസൽ സൈക്കിളാണ്. നമ്മൾ ഡീസൽ എഞ്ചിൻ്റെ വർക്കിംഗ് നമ്മൾ പഠിക്കും. ഇനി പഠിക്കാൻ പോകുന്ന പെട്രോൾ എഞ്ചിൻ്റെ ഡീസൽ എഞ്ചിൻ്റെ ഒക്കെ വർക്കിംഗ് ആണ്. ആ സമയത്ത് ഇതിൻ്റെ പ്രാക്ടിക്കൽ വർക്കിംഗ് എന്താണെന്ന് നമ്മൾ പഠിക്കും. അപ്പോൾ ആ സമയത്ത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. അപ്പോൾ ഇതാണ് ഡീസൽ സൈക്കിളിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ എക്സാമിന് എന്താണ് എഴുതേണ്ടത്, ഇത് 10 മാർക്സിനുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും. എക്സാമിന് ചോദിക്കുന്ന ഡീസൽ സൈക്കിൾ എക്സ്പ്ലെയിൻ ചെയ്യുക എന്നായിരിക്കും ക്വസ്റ്റ്യൻ. അപ്പോൾ ആ സമയത്ത് PV യും TS ഡയഗ്രാമും വരച്ചിട്ട് വേണം നിങ്ങൾ എക്സ്പ്ലനേഷൻ എഴുതേണ്ടത്. ഈ ഫിഗറിൻ്റെ ആവശ്യമില്ല, ഞാൻ വെറുതെ വരച്ചതാണ്. ഈ PV ആൻഡ് TS ഡയഗ്രാമാണ് വരയ്ക്കേണ്ടത്. എന്നിട്ട് എക്സ്പ്ലനേഷൻ എഴുതുക. അതിൻ്റെ കൂടെ പറ്റുമെങ്കിൽ ഈ 2 സ്റ്റേറ്റ്മെൻറ്റ് കൂടെ എഴുതാനായിട്ട് ശ്രമിക്കുക. ഹീറ്റ് സപ്ലൈഡിൻ്റെ ഹീറ്റ് റിജക്റ്റിൻ്റെ ഇക്വേഷനും കൂടെ എഴുതാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇതാണ് ഡീസൽ സൈക്കിളിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എഴുതേണ്ടത് എന്തൊക്കെയാണെന്ന് എഴുതേണ്ടത് ഡീസൽ സൈക്കിൾ ഈസ് ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ഡീസൽ എഞ്ചിൻസ്. ഡീസൽ സൈക്കിൾ ഈസ് ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ഡീസൽ എഞ്ചിൻ. Diesel cycle consists of 4 processes, 2 adiabatic processes and 1 constant pressure process and 1 constant volume process. This compression and expansion takes place adiabatically in diesel cycle,
compression and expansion takes place adiabatically, and heat is supplied at constant pressure and heat is rejected at constant volume. Expansion and compression in diesel cycle, expansion and compression takes place adiabatically, and heat is supplied at constant pressure and heat is rejected at constant volume. അപ്പോൾ ഇത്രയും സംഭവം എഴുതുക. എന്നിട്ട് PV and TS diagram of the diesel cycle drawn below എന്ന് എഴുതുക. എന്നിട്ട് അതിൻ്റെ വർക്കിംഗ് എക്സ്പ്ലെയിൻ ചെയ്ത് തുടങ്ങുക. Consider a cylinder containing m kilogram of air. Consider a cylinder containing m kilogram of air. Let P1, V1 and T1 be the pressure, volume and temperature of air inside the cylinder. Let P1, V1 and T1 be the pressure, volume and temperature of air inside the cylinder at state 1. അപ്പോൾ ഇത് നമ്മുടെ ഓട്ടോ സൈക്കിളിൽ എഴുതിയ സെയിം സെൻറ്റൻസുകൾ തന്നെയാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. Let P1, V1 and T1 be the pressure, volume and temperature of air inside the cylinder at state 1. ഇനി air is compressed adiabatically from state 1 to state 2. Air is compressed adiabatically from state 1 to state 2, and this process is shown as a curve 1-2 in PV diagram and vertical line 1-2 in TS diagram. At state 2, a hot body is placed near the cylinder and heat from the hot body is transferred to the air inside the cylinder at constant pressure till state 3. This process is shown as a horizontal line 2-3 in PV diagram and curve 2-3 in TS diagram. At state 3, this hot body is removed and the air is allowed to expand till state 4. This process is shown as a curve 3-4 in PV diagram and vertical line 3-4 in TS diagram. At state 4, a cold body is placed near the cylinder and heat from the air inside the cylinder is rejected to the cold body at constant volume. This process is shown as a vertical line 4-1 in PV diagram and curve 4-1 in TS diagram. അപ്പോൾ ഇത്രയായി. Thus, the air finally returns to its original state after completing a cycle. Thus, the air finally returns to its original state after completing a cycle. അപ്പോൾ ഇത്രയേ ഉള്ളൂ എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഡീസൽ സൈക്കിളിൻ്റെ വർക്കിങ്ങിൻ്റെ എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് സെൻറ്റൻസുകൾ എഴുതാം. ഇതേ സെൻറ്റൻസുകൾ തന്നെയാണ് നമ്മൾ കാർനോട്ട് സൈക്കിളിനും ഓട്ടോ സൈക്കിളിനും എല്ലാം യൂസ് ചെയ്തത്. അതിൻ്റെ ചെറിയ വേരിയേഷൻസ് വരുത്തി ഡീസൽ സൈക്കിളിനും യൂസ് ചെയ്യാം. അപ്പോൾ ഇത്രയാണ് നിങ്ങൾ വർക്കിംഗ് എന്ന് പറഞ്ഞ് എക്സാമിന് എഴുതേണ്ടത്. അപ്പം അതിൻ്റെ ഇനീഷ്യലായിട്ടുള്ള കുറച്ച് സെൻറ്റൻസുകൾ എഴുതുക, ഈ PV ഡയഗ്രാം PV ആൻഡ് TS ഡയഗ്രാം വരയ്ക്കുക, വർക്കിംഗ് എക്സ്പ്ലെയിൻ ചെയ്യുക. അത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കാണാതെ പഠിച്ചുകൊണ്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല. സത്യം പറഞ്ഞാൽ കാണാതെ ഏതെങ്കിലും ഒരെണ്ണത്തിന് കാർനോട്ട് സൈക്കിളിൻ്റെ വർക്കിംഗ് മാത്രം പഠിച്ചാൽ മതി. ബാക്കി ഡീസലിൻ്റെയും ഓട്ടോ സൈക്കിളിൻ്റെയും വർക്കിംഗ് PV ആൻഡ് TS ഡയഗ്രാം നോക്കി നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൻ്റെ വർക്കിംഗ് എക്സ്പ്ലെയിൻ ചെയ്യുക. അതിൻ്റെ കൂടെ ഹീറ്റ് സപ്ലൈൻ്റെ ഹീറ്റ് റിജക്റ്റിൻ്റെയും ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിന് കൂടെ പറ്റുമെങ്കിൽ എഴുതി വയ്ക്കുക. ഇത്രയേ ഉള്ളൂ. 10 മാർക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇവിടെ ഡീസൽ സൈക്കിളിൽ ആക്ച്വലി പഠിക്കേണ്ടത് ഈ PV ഡയഗ്രാം മാത്രമാണ്. ഈ TS ഡയഗ്രാം എന്ന് പറഞ്ഞാൽ ഓട്ടോ സൈക്കിളിൻ്റെ സെയിം തന്നെയാണ് ഡീസൽ സൈക്കിളിനും. ആകെ ഒരു വ്യത്യാസം വരുന്ന PV ഡയഗ്രാമിന് ഈ പ്രോസസ് 2-3 അത് ഹൊറിസോണ്ടൽ ലൈൻ ആയിരിക്കും. കോൺസ്റ്റൻറ്റ് പ്രഷർ പ്രോസസ്സ് എന്ന് കാണിക്കാനായിട്ട് ഈ ഒരു ഹൊറിസോണ്ടൽ ലൈൻ ആയിരിക്കും ഡീസൽ സൈക്കിളിൽ. പക്ഷേ നമ്മുടെ ഓട്ടോ സൈക്കിളിലാണെങ്കിൽ ഇതൊരു വെർട്ടിക്കൽ ലൈനായിരുന്നു. കോൺസ്റ്റൻറ്റ് വോളിയം പ്രോസസ് ആയതുകൊണ്ട് അതൊരു വെർട്ടിക്കൽ ലൈനായിരുന്നു. അപ്പോൾ ഇത്രയാണ് ഡീസൽ സൈക്കിളിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. നമുക്ക് അടുത്ത വീഡിയോയിൽ ഡീസൽ സൈക്കിളിൻ്റെ എഫിഷ്യൻസിയുടെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്നത് നോക്കാം. കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡെറിവേഷനാണ് ഡീസൽ സൈക്കിളിൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.